ഇന്നിവിടെ ചെയ്യുന്നത് ഒരു പഴംപൊരിയാണ്. ഗോതമ്പ് പൊടി ആട്ടപ്പൊടി വെച്ചിട്ട് ആട്ടപ്പൊടിയും ഇച്ചിരി അരിപ്പൊടിയും ചേർത്താണ്. മൈദ മാവിൽ ചുട്ടതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്, ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട്. അതിനു വേണ്ടി 1/2 കിലോ ഏത്തപ്പഴം ചെറുതായിട്ട് നടുകെ മുറിച്ചതിന് ശേഷം 3ആയിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുന്നുണ്ട്. ഇവിടെ ഒരു ബൗൾ ആട്ടപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഇത് ഞാനിപ്പോൾ ഒഴിക്കുന്നത് പച്ചരി ദോശയ്ക്ക് രാവിലെ അരച്ച് വെച്ചിട്ടുണ്ടായി. ആ പച്ചരിയുടെ അരപ്പ്, അരിപ്പൊടി ചേർത്താലും മതി, പച്ചരി അരച്ചത് ഉണ്ടായതുകൊണ്ട് അത് തന്നെ ചേർത്ത് കൂടുതൽ ലൂസാവാണ്ട് അല്പം മഞ്ഞൾപ്പൊടിയും ഒരു വലിയ സ്പൂൺ പഞ്ചസാരയും ഒരു തവി പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ഒരു നുള്ളു ഉപ്പ് ഇടുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഞാനിതിൽ എള്ളും ജീരകമൊക്കെ ഇടാൻ മറന്നുപോയി. അപ്പം മറ്റേ ഒരു ടോങ്ക് ഒരു സാധനമുണ്ട്, അപ്പം നമ്മൾ കയ്യിൽ പറ്റാണ്ട് അത് വെച്ച് മുക്കിയിട്ടാൽ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് തിളച്ച എണ്ണയിലോട്ടാണ് ഇടേണ്ടത്.